ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയ്സ്, നമ്മളിപ്പോൾ ഗെയിമേഴ്സ് അല്ല, നമ്മളിപ്പോൾ ടെക്നോ ഗെയിമിംഗ് ആണ്. കാരണം നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഗെയിമേഴ്സ് എന്ന് പറയുന്നത് 66 സബ്സ്ക്രൈബേഴ്സ് പാസ് ചെയ്തൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ഏതോ ഒരുത്തൻ വന്നിട്ട് റിപ്പോർട്ട് അടിച്ച അക്കൗണ്ട് കളഞ്ഞത്. പുതിയ അക്കൗണ്ടാണ്, ടെക്നോ ഗെയിമിംഗ് എന്നൊക്കെ പേര്. നമ്മുടെ സ്കിന്ന് റെഡി ആയിട്ടില്ല. നമ്മുടെ സ്കിന്ന് അല്ല നമ്മൾ പ്രൊഫൈലായിട്ട് ഇടുന്നത്. നമ്മളിടുന്നത് വേറെ ടെക്നോ ഗെയിമിംഗ്. പിന്നെ കെ ഗെയിമറെ പേര് മതി ടെക്നോ ബ്ലേഡ് എന്നാക്കി. ഞാൻ ടെക്നോ ബ്ലേഡ് ടെക്നോ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്, ഞാൻ ടെക്നോ ബ്ലേഡ് ആക്കി. ഗൈസ് ഒക്കെ നമ്മുടെ ചൂടെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്നത് ട്രൈഡൻറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, റൈഡ് വിളിക്കുവാണ്. ഇതിനകത്ത് എന്നായിരുന്നു, ഇതിനകത്ത് എൻട്രപ്പുകളായിരുന്നു. അപ്പോൾ എൻട്രപ്പുള്ള ഇതൊക്കെ എ കെ ഗെയിമറിന് താൽക്കാലികമായി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് എ കെ ഗെയിമർ ഇന്നില്ലല്ലേ. 7 ബ്ലോക്ക് നമുക്ക് കിട്ടിയുള്ളൂ. എത്ര ബ്ലോക്കാ ക്രീപ്പർ പൊട്ടിച്ചെന്നിട്ട് നമുക്ക് കിട്ടിയത് 7 ബ്ലോക്കും. എത്ര ബ്ലോക്ക് പൊട്ടിച്ചു? പക്ഷെ ഞാൻ പ്ലേസ് ചെയ്തതിന് 4 ബ്ലോക്കല്ലേ ഉള്ളൂ. 1 2 എല്ലാം എൻ്റെ വെള്ളം കയറത്തില്ല. അല്ല, ഇവിടെ ബ്ലോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഒരു ജസ്റ്റിനകത്ത് ഞാൻ ബ്ലോക്ക് വെക്കുന്നുണ്ടായി. ഇതെല്ലാം നമ്മൾ ഈ വില്ലേജറിനെ ട്രേഡ് ചെയ്ത് വാങ്ങിച്ചാണ്. എൻ്റെ വെള്ളം കയറത്തില്ലല്ലോ. കൊള്ളാം, താങ്ക് യു. യെസ്, നമ്മുടെ പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സാധനമെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്തല്ലേ ഓൾ ഐറ്റംസിനകത്ത് ഇത് വെച്ചേക്കാം. നമ്മൾ റൈഡ് വിളിക്കാൻ പോവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ പറയാം. നമ്മൾ റൈഡ് വിളിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ് ചെയ്യുക. ശിവന് ജസ്റ്റ് മിസ്സായിരുന്നു. അതേ എനിക്ക് പറയാനുള്ളൂ. റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലല്ലോ. ഈ വാർഡനെ, ഈ റൈഡറിനെ കൊല്ലണം. വാർഡനില്ലടാ, വാർഡൻ. ഇപ്പൊ റൈഡ് സ്റ്റാർട്ട് ആവും. ഞാൻ വാർഡനെ കൊല്ലാൻ പോവാണേ. അയങ്കോളമൊക്കെ ഉണ്ടല്ലോ അല്ലേ, എല്ലാരും വീട്ടിൽ പോയി കയറിക്കോ. ഓട്ടോമാറ്റിക് ആണോ? 5 മിനിറ്റ് ആക്കില്ലടാ ഒരു റൈഡ് വിളിക്കാൻ. ഓക്കെ സൗണ്ട് കേട്ട് തുടങ്ങി റൈഡ് തുടങ്ങി. എനിക്കൊരു ബ്ലോക്ക് വെച്ചിട്ട് പണി ഉണ്ടായിരുന്നു, ഞാൻ അത് മറന്നു. റൈഡ് വിളിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട പരിപാടിയായിരുന്നു. ഗെയിമർ എന്താണ് ബ്രോ? ഞാൻ ഗെയിമർ അല്ല ബ്രോ, ടെക്നോ ഗെയിമിങ്. ടെക്നോ ഗെയിമിങ് മറ്റേ 5 മിനിറ്റേക്കുള്ളല്ലേ? 100 എന്താന്നാണ് ബ്രോ മറ്റേ റൈഡ്? 100 മിനിറ്റത്തേക്കാ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ റൈഡ് വിളിക്കാൻ പോകും. ബ്രോ വരുന്നോ റൈഡിന്? എല്ലാം കൂടെ നോക്കറിന്റെ വേഷത്തിൽ ഞാൻ നോക്കറിന്റെ വേഷം പോകും. ഇപ്പൊ ഇടി വെട്ടുന്നാണോ? നോക്കറിന്റെ വേഷത്തിൽ എന്റെ അയങ്കോളം മാമനെ കൊന്നാണല്ലോ. ഇപ്പൊ കണ്ടോണോ എന്റെ ഇരിക്കുന്ന ട്രൈഡന്റ് എല്ലാം കണ്ടോ? നീ ഒക്കെ ഇടിവെട്ട് മഴ പെയ്യും കേസ് ഇവിടെ. സെയിം വെച്ചേ എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ടൊരു പാൻറ് കിട്ടി. നോക്കറിന്റെ വേഷം റൈഡ് കഴിഞ്ഞു. അയൺ മാമ സൂപ്പർ. നോക്കറിന്റെ വേഷം റൈഡ് കഴിയുന്നതിന് മുന്നേ തന്നെ വില്ലേജേഴ്സിനെ സേഫ് ആക്കണം. ഈ മണ്ണനൊക്കെ ഏതാ നോക്കിയോ? റൈഡ് നടന്നോണ്ടിരിക്കുക, പുറത്തോട്ട് നടക്കുന്നത്. ഇവനൊക്കെ ഏതോ വില്ലേജറിന്റെ കൊച്ചനെ പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടേ, കൊച്ചന് ഇച്ചിരി സീനായിപ്പോയല്ലോ. ഇവന്റെ വായിക്കുന്ന ആളോ വരും. കൊച്ചന്റെ അച്ഛനും ഇച്ചിരി സീനായിപ്പോയി. വീടിനകത്ത് കയറാ വൃത്തിയായിട്ടാവനെ. ആരാ അത്? ഇൻഡിക്കേറ്റേഴ്സ് എനിക്കൊട്ടും ഇഷ്ടമല്ല. നിന്നെ ഒന്നും എനിക്ക് ഒന്നും ഇഷ്ടമല്ലടാ. തരാവേ.
എൻ്റെ പൂച്ച ഇവിടെ തന്നെ ഉണ്ട്. പൂച്ചേനെ അവന്മാർ എന്തെങ്കിലും ചെയ്താലോ? തരാം. വില്ലേജേഴ്സ് എല്ലാം വീടിനകത്ത് തന്നെ ഇരിക്കണം. കുരുതി കൊടുക്കും. ശിവന്മാർ നമ്മുടെ വില്ലേജേഴ്സിന് കുരുതി കൊടുക്കാൻ വന്നവരാ. എവിടെ സ്പോൺ ചെയ്തിട്ടാണ്? ഇവിടെ 3 പേര് ഇരിപ്പുണ്ട്. വെറുതെ ഇല്ല. ആദ്യം വിൻഡികേറ്ററിനെ കൊല്ലണം. ധൈര്യം ഉണ്ടോ? അടുത്ത റൗണ്ടിലാണ് എവോക്കർ വരുന്നത്. അല്ലയോ, എവോക്കർ അടുത്ത റൗണ്ടിലല്ല, 2ാമത്തെ അല്ല 3ാമത്തെ റൗണ്ടിലാണ് ഉണ്ടായത്. അപ്പൊ അടുത്ത റൗണ്ട് വരും. നമ്മുടെ അയങ്കോളം പടവി എന്റെ തുടങ്ങി തുടങ്ങിയപ്പോ തന്നെ എന്റെ അയങ്കോളവും പടവായോ? സാധനം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എവിടെയാണ് ഇത്തവണ സ്പോൺ ആയത്? ധൈര്യം ഉണ്ടോ? ഇവിടെ ഈ വില്ലേജ് ടോട്ടൽ 2 അയങ്കോളം ഓർഡറാ. വില്ലേജർമാരില്ലടാ, പിഗ്ലിനെ ഒക്കെ ഇല്ലടാ ഫാം ആയിട്ട് വെച്ചിരിക്കുന്നത്. മറ്റേ അയങ്കോളത്തിന് ഞങ്ങളെ കൊടുത്തോടാ നീ. മറ്റേ അയങ്കോളം എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അയങ്കോളം ആണ് രക്ഷിക്കേ. നീ 2 പേരും കൂടി ബാക്കി. എന്റെ അയങ്കോളത്തിന് തൊടുന്നോണ്ടാ. ഇനി 2 പേരും കൂടി ബാക്കി. അയങ്കോളം പാവം. നമുക്ക് റിപ്പയർ ചെയ്ത് നോക്കാം. അയ്യോ സോറി. എന്നെ അയങ്കോളം ഇറക്കിയിട്ട് റിപ്പയർ ചെയ്യണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് റിപ്പയർ ചെയ്ത് കൊടുത്തേ. പക്ഷെ അവന്മാരെന്നെ ഇറക്കിയിട്ട് അയ്യോ ഇത്തവണ റാവഞ്ചറും ഉണ്ട്. എന്നൊന്നും ചെയ്യരുത്. ഞാൻ പാപിയാണേ. അല്ല പാപമാണേ. കുരുതി കൊടുക്കാൻ നിൽക്കോടാ നിങ്ങളൊക്കെ. നിന്റെ നീ തീർന്നടാ. ആരോട് ചോദിച്ചിട്ട് എൻ്റെ ഏരിയ വന്ന് കളിച്ച്. റാവഞ്ചറിനെ കൊല്ലുമ്പോൾ ആൾക്കാർ തീരുന്നുണ്ട് കേട്ടോ. റാവഞ്ചറിന്റെ ഹെൽത്ത് റൈഡിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഇതാന്ന് തോന്നുന്നു. തീരെ ഈ റാവഞ്ചറിനാ തീരാത്ത. കത്തിക്കും കേട്ടോ ഇവർക്ക്. അങ്ങനെ കത്തിക്കും കേട്ടോ. കത്തിച്ചാൽ മതിയായിരുന്നു നേരത്തെ. ഫ്രീ ആയിട്ട് 2 സാഡിൽ കിട്ടി. 1 സാഡിൽ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുത്തനൂടെ ഉള്ള കേസ് റിമൈൻഡിങ് അല്ലേ? റിമൈൻഡ് എന്നാ പറയാം. മാർക്ക് ചേർക്കാതെ കിടന്നുറങ്ങട്ടെ. ഹീറോ ഓഫ് ദി വില്ലേജ്. എടാ ദേഷ്യപ്പെടരുത്. ഇപ്പൊ ഹീറോ ഓഫ് ദ വില്ലേജ് നിന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. എടാ മണ്ട റെയ്ഡാ. നീ എന്നാ കാണിക്കുന്നേ? നീ എത്രാമത്തെ റൈഡാ? എന്തോ എത്രാമത്തെ റൈഡാ? 2ാമത്തെ. ഈ വില്ലേജേഴ്സ് ഒക്കെ എന്നാ പൊട്ടന്മാരെ പൊളിയിലിറങ്ങി നടക്കുന്ന എന്താ റെയ്ഡിന്റെ സമയത്ത്. ഡിസ്കോഡ് കണക്ട് ചെയ്തൊരു ടീം ഉണ്ട്. എൻ്റെ റെയ്ഡിൻ്റെ സൗണ്ടൊക്കെ എൻ്റെ ഇതിനകത്ത് വരെ കേൾക്കാം. ഫോണിൽ വരെ കേൾക്കാം. ഡിസ്കോഡ് കണക്ട് ചെയ്യണ്ടായിരുന്നു. നമുക്ക് മൈക്ക് മാത്രം ഓണാക്കാം. ഞാൻ കണക്ഷൻ ഓഫാക്കാൻ പോവാണ് ഗൈസ്. മൈക്ക് ഓഫാക്കാൻ പോവാ. ഗൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരാളിവിടെ ഉണ്ട് ഗൈസ്. ആണ്ടവനെ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ മൈക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഇന്ന് അവന്മാരെ തീർക്കാം ഗൈസ്. എന്നിട്ട് ഹീറോ ഓഫ് ദ വില്ലേജും കിട്ടും. പക്ഷെ അവനൊന്നും കാണുന്നില്ലല്ലോ ഇവിടെങ്ങും. അവനിവിടെങ്ങും കാണുന്നില്ല ഗൈസ്. ഇത്രേ ഉള്ളൂ. നമ്മളെ റൈഡ് ജയിച്ചെന്നില്ലേ? ഇല്ല, അടുത്ത റൈഡോ? ഈ പൊട്ടൻ ഇവിടെ എന്നാവായി നോക്കൂ. അയ്യോ, ഞാൻ അറിയാതെ അവൻ്റെ വീടിൻ്റെ വാതിലടിച്ചു. പിന്നെ എങ്ങനെ അവൻ? ഇല്ല, അവനെ നമുക്ക് അവിടെ തന്നെ സെറ്റാക്കാം. നമുക്കിവനെ ഇവിടെ തന്നെ സെറ്റാക്കാം. ഈ വില്ലേജേഴ്സൊക്കെ തന്നെ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു.
ഇത്തവണ വിച്ചുകൊണ്ട് പണിപ്പാളി കിട്ടി. പണിപ്പാളി മണ്ടൻ വിച്ച് എൻ്റെ അടുത്ത് വില്ലേജേഴ്സിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് പോഷൻ എന്നെ ഇന്ന് കത്തിക്കുവാണ് ഞാനിന്ന്. കേസൊക്കെ അവനെ കത്തിച്ചിട്ടുണ്ട്. അവൻ്റെ ഇതിന് ക്രോസ് ബോ എന്നതാ എൻചാൻഡ് പ്രിഞ്ചോ ടെക്നോബ്ലേഡ് നടന്നു പോകുന്നു. ടെക്നോബ്ലേഡ് ഒരടിക്കുള്ളതുള്ളായിരുന്നു ഞാൻ. വിച്ചാണ്ട് ഇത് നോക്കിയായിരുന്നു. ഇത്തവണ 2 വിച്ച് കാണും. ഒരു വിച്ച് കൂടെ ഉണ്ട്. ഈ സൗണ്ട് കേൾക്കുന്നു. ഇത്തവണ അമ്മരെവിടെ സ്പോണായെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുത്തനെ നമ്മൾ തീർത്തു. നമ്മൾ ലാസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. എവിടെടാ സ്പോൺ ആയത്? ധൈര്യം ഉണ്ടേ മുൻപിൽ വന്ന് കളിയടാ. ഇവിടെ കളി. അപ്പൊ ഇവിടെ വന്ന് ഒരുത്തൻ ഒളിച്ചിരിക്കുവായിരുന്നല്ലേ. ഉച്ചയാര് പോഷൻ തരാവോ? ഫ്രീ ആയിട്ട് തരാം. മണ്ടൻ 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 മണ്ടൻ. ഞാനാണ് ചത്തത്. മണ്ടനപ്പ അവനാണ്. അപ്പൊ ഞാനല്ല മണ്ടൻ. ഗെയ്സ്തേണ്ട ഓക്കെ. അങ്ങനെ അടുത്ത വിച്ചിനെ കൊന്നു. ഇനി ഒരു വിച്ചിടുണ്ട്. വിച്ച് എത്ര പേരുണ്ടായിരുന്നു? 2 പേരും ഉള്ളായിരുന്നു. അല്ല, വിച്ച് 3 പേരാണ് ഇത്തവണ. അവന് എഫക്റ്റ് കിട്ടി, എനിക്ക് മാത്രമല്ല. ഓക്കെ, അവനെ കൊന്നപ്പോൾ സ്റ്റിക്ക് കിട്ടി. അയ്യോ, ഇപ്പം ചാവും ഞാനിപ്പോൾ ചാവും ഗൈസ്. ഇനി 2 പേരുടെ ഉള്ളു. സൗണ്ട് കേൾക്കുന്നില്ല. റിലോഡിങ് സൗണ്ട് കേൾക്കുന്നു. റിലോഡിങ് ഇല്ല. കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ്. ഞാൻ 2 പേരെയും കിട്ടി ഗൈസ്. ഒന്ന് കണ്ട അവിടെയും, ഒന്ന് കണ്ട് ഇവിടെ. നമുക്ക് അടുത്തുള്ള മനം തന്നെ കൊല്ലാം. എന്തിയാടാ നീ ഒളിച്ചിരിക്കുന്നത്? എവിടാ? ഞാനൊന്ന് മാറിയപ്പോഴേക്കും നീ ഇവിടം വരെ വന്നോളാം. ഓക്കെ, ഇനി ലാസ്റ്റത്തവൻ നമ്മുടെ ആ സൈഡിലുണ്ട്. അവരെയും കൂടെ കൊല്ലാം. തീർക്കും ഈ സറാവിഞ്ചറിനെ ഞാനും തീർക്കും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൈഡാന്ന് തോന്നുന്നു. പക്ഷെ റാവിഞ്ചർ എന്നെ തീർത്തു. തിരിച്ച് പ്രതികാരം നമ്മുടെ ആദ്യത്തെ ഇവോക്കറിനെ കണ്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ കുതിരയുടെ പുറത്തുനിന്ന് എഴുന്നേക്കുവാണ്. കാരണം ഇവൻ നമ്മുടെ കുതിരേനെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ ആദ്യം കത്തിക്കട്ടെ. നമുക്ക് ടോട്ടം ഓഫ് അണ്ടൈങ്ങും കിട്ടിയിട്ടുണ്ട്. കത്തിപ്പിടിച്ചു. പറക്ക് റോക്കറ്റ് കളിയാ. ഈ നമ്മുടെ റോക്കറ്റ് എങ്ങനെ കുഴി പോയിട്ടുണ്ട്. എന്തിയാ റോക്കറ്റ്? താങ്ക് യു റോക്കറ്റ്. റോക്കറ്റിൻ്റെ ഒരു ബുദ്ധി കാരണം നമുക്കൊരു ഇവനെ കിട്ടി. ആരായിരുന്നു? ഒരു വില്ലേജറിനെയും കൂടെ കിട്ടി. അവനും തീർന്നു. എമറോൾഡ്. ഹീറോ ഓഫ് ദി വില്ലേജ് ഗൈസ്. ഹീറോ ഓഫ് ദി വില്ലേജ് കിട്ടി ഗൈസ്. റെയ്ഡ് വിക്ടറി അടിച്ച് ഹീറോ ഓഫ് ദി വില്ലേജ് കിട്ടി. ഇനി ഞാൻ എടുത്ത ലൂട്ട് ഫുള്ള് കാണിച്ചു തരാം. കമോൺ ബേടാ. ഇത് റോക്കറ്റ് എന്തിൻ്റെ? റോക്കറ്റ്. അതാ റോക്കറ്റ് പോകുന്നത്. റോക്കറ്റ് വിട്ടാ കമോൺ. നമ്മളിനിയും ജയിച്ചടാ. നീയാണ് ലക്ക്. നമ്മുടെ ലൂട്ട് ഫുള്ള് കാണിച്ചു തരാം. നമ്മുടെ വില്ലേജിലോട്ടൊന്ന് തീർന്നു. അവിടെ ചെന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ്. നമ്മുടെ ലൂട്ട് കാണിച്ചു തരാം. ഈ സൈഡ് നമുക്ക് 3 സാഡിൽ കിട്ടി. ഒരെണ്ണം നമ്മുടെ കുതിരയുടെ പുറത്ത് കിടക്കുന്നു. പിന്നെ ആർമറി, പൂവ്, ക്രൗസ് ബോയ്, ഇതെല്ലാം അതും ഇതും എല്ലാം വേണ്ടി എൻചാൻറ്റിങ് ബുക്ക് കിട്ടി. ലൂട്ടിങ് 3 എന്ന് പറയുന്ന ബുക്ക് കിട്ടി. ടോട്ടം ഓഫ് അണ്ടൈങ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ജസ്റ്റിലാക്കാം. ആദ്യം എമറാൾഡ് വെക്കാം. എമറാൾഡ് എത്രണ്ണം കിട്ടി? 31 കിട്ടി. ഓ സൂപ്പർ. ഒരു സ്റ്റാക്ക് 20 എണ്ണമായി. ഇപ്പം എമറാൾഡ്. ഇനി സീഡ് ഉണ്ടാക്കിയ ഇത് മാത്രമുള്ളല്ലേ. നേച്ചുറൽ റിസോഴ്സസ്.
ഇത് ഓൾ ഐറ്റംസ് അതെല്ലാം വെക്കാവോ? സാഡിൽ വെക്കാം. സാഡില് ഓക്കെ. സാഡിൽ പിന്നെ എന്നാ, സാഡില് ഈ എൻജാൻഡ് ബുക്ക് വെക്കാൻ വേറെ സ്ഥലമുണ്ട്. ഇതെന്നതാ? ഇത് ആർമറിൻ്റെ ആയിരുന്നു. ആരാ പൊട്ടിച്ചു തുടങ്ങേ? ഇത് ആർമറായിരുന്നു. ഇതിനകത്തെല്ലാം നമുക്ക് വെച്ചിട്ടുണ്ട്. നേച്ചുറൽ റിസോഴ്സസ്, അതിനകത്ത് നമുക്കിത് വെക്കാം. മാത്രമില്ലടാ പൊളിച്ചിരിക്കും. എന്ത് പരിപാടിയാ? പരിപാടിയുണ്ട്. ഇത് സീഡ്. പിന്നെ ഒരു ബുക്കെന്ന് പറയുന്ന പറഞ്ഞാൽ ഉണ്ടല്ലോ. ഇത് ഇൻകട്ട് നമുക്ക് കിട്ടിയത് അതേ ഒരു അയണാണേ. പിന്നെ ഇവിടെ ഫുഡ് നമ്മളെ പേര് പന്നീനെയും ആടിനെയും പെറ്റൊക്കെ. ആടല്ല, പശു. നല്ലൊരു ഫുഡ് എടുത്തേക്കാം. അങ്ങോട്ട് വെച്ചതുപോലെ തന്നെ ഇങ്ങോട്ടും എടുക്കണ്ടേ. ഇത് ടൂൾസ് വെക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ടൂൾസ് കിട്ടി. ഇതെല്ലാം നമ്മൾ ട്രേഡ് ചെയ്ത് വാങ്ങിച്ചാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ റൈഡിൽ നിന്ന് കിട്ടിയ ടൂൾസ്. ഇത് ഇല്ല ബുക്കാണ്. ഇത് ബ്ലോക്ക് വെക്കുന്നത് നേരത്തെ എടുത്ത ബ്ലോക്ക്. ഇത് ഇൻകട്ടൊക്കെ. ഇത് എമറാൾഡ്. ഇത് നമ്മൾ ഐശ്വര്യ ഇവിടെ നമ്മുടെ ഹോഴ്സിന് നമ്മൾ ആർമർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ ട്രേഡ് ചെയ്ത് വാങ്ങിച്ചതിനാണ്. അയ്യോ, ഹോഴ്സിനെ കാണുന്നില്ല. അതാണ്ടിരിക്കുന്നത്. നല്ലത് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഒരു സാഡിലിട്ട കുതിരനെ കണ്ടാൽ എന്നെ വിവരം അറിയിക്കുക. കിട്ടി. ഇവിടെ ഒളിച്ചിരിക്കുവായിരുന്നു കള്ളൻ. നിൽക്കണോടെ. ഓക്കെ, ഇപ്പോൾ എൻ്റെ കുതിര മാസമായിട്ടുണ്ട്. ഇനി തമ്പിനെല്ലിടാൻ ഇച്ചിരി ഫോട്ടോസ് എടുത്താൽ മതി. കുതിര ഇടാൻ നിൽക്കൂ. ശരി, അങ്ങോട്ടൊക്കെ ഇട്ടാലോ? കുതിരയുടെ മണ്ടക്കിരുന്ന് അങ്ങോട്ട് ഇടാം. ഇല്ല. നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും